ശങ്കരാചാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ ശങ്കരാചാര്യരുടെ ജന്മദേശം എവിടെയാണെന്നറിയാമോ? ശങ്കരാചാര്യരുടെ ജന്മദേശം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ കാലടിയിലാണ്. എറണാകുളം ജില്ലയിലെ കാലടിയാണ്. അതുപോലെ ശങ്കരാചാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ശങ്കരാചാര്യരാണ്. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ശങ്കരാചാര്യരാണ്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ആര്? ശങ്കരാചാര്യർ. അദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞാൽ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് അദ്ദേഹം ജനിച്ചത്. എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് അദ്ദേഹം ജനിച്ചത്. അതുപോലെ ശങ്കരാചാര്യരുടെ ജീവിതവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു നദി എന്ന് പറഞ്ഞാൽ അത് പെരിയാറാണ്. അതുപോലെ ശങ്കരാചാര്യരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ശങ്കരാചാര്യരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? വിവേക ചൂടാമണി, അതുപോലെ ശിവാനന്ദലഹരി, സൗന്ദര്യലഹരി, കനകധാരാ സ്തോത്രം. ഇതൊക്കെ എഴുതിയതാരാണ്? ശങ്കരാചാര്യരാണ്. കനകധാരാ സ്തോത്രം എഴുതിയതാരാണ്? ശങ്കരാചാര്യരാണ്. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം. കനകധാരാ സ്തോത്രം എഴുതിയത് ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ സ്ഥാപിച്ച മഠങ്ങൾ ഏതൊക്കെയാണെന്ന്? ശങ്കരാചാര്യർ കുറച്ച് മഠങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ മഠങ്ങളാണ്? അതായത് ഗുജറാത്തിലെ ദ്വാരകയിൽ ശാരദാമഠം സ്ഥാപിച്ചു. ഗുജറാത്തിലെ ദ്വാരകയിൽ ശാരദാമഠം. അതുപോലെ കർണാടകയിലെ ശൃംഗേരി മഠം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ബദരീനാഥിൽ ജ്യോതിർമഠം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഒഡീഷയിലെ പുരിയിൽ ഗോവർദ്ധന മഠം സ്ഥാപിച്ചത് ആരാണ്? ശങ്കരാചാര്യ സ്വാമികളാണ്. അതുപോലെ ശങ്കരാചാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ശങ്കരാചാര്യരുടെ സമാധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലാണ് ശങ്കരാചാര്യരുടെ സമാധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാലടി, എറണാകുളം. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മണ്ഡനമിശ്രനെ വാഗ്വാദത്തിൽ പരാജയപ്പെടുത്തിയ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ശങ്കരാചാര്യരാണ്. മണ്ഡനമിശ്രനെ വാഗ്വാദത്തിൽ ആര് പരാജയപ്പെടുത്തുകയുണ്ടായി? ശങ്കരാചാര്യർ പരാജയപ്പെടുത്തുകയുണ്ടായി. അതുപോലെ ശങ്കരാചാര്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീശങ്കര സ്തൂപം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് ശ്രീശങ്കര സ്തൂപം സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? കാലടി. അതെവിടെയാണ്? എറണാകുളമാണ്. എറണാകുളമാണ്. കനകധാരാ സ്തോത്രം എഴുതിയത് ശങ്കരാചാര്യരാണ്. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്. അത് വളരെ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. നിങ്ങൾക്ക് എവിടെ ഉപകാരപ്പെടും? പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. പെട്ടെന്ന് ഒരു സ്റ്റുഡൻറ്റ് മനസ്സിലേക്ക് വന്നു. ഹിന്ദു മതത്തിൻ്റെ ആക്വിനസ് എന്നറിയപ്പെടുന്ന ആരാണ്? ശങ്കരാചാര്യരാണ്. ഹിന്ദു മതത്തിൻ്റെ